ഈ മമ്മൂട്ടി പ്രശ്നം കെട്ടടങ്ങുന്നില്ല. അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കത്തിക്കയറുമോ എന്നുള്ളതാണ്. ഇതൊക്കെ സർക്കാരിൻ്റെ ഒരു PR വർക്കിൻ്റെ ഭാഗമായിട്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്? യാതൊരു സംശയവുമില്ല. സർക്കാർ PR കെണിയിൽ നമ്മുടെ നായകന്മാരെ മുഴുവൻ വീഴ്ത്തിയിരിക്കുന്നു, സിനിമാ താരങ്ങളെ മുഴുവൻ വീഴ്ത്തിയിരിക്കുന്നു. അതിൽ മോഹൻലാൽ ചെന്ന് ചാടിക്കൊടുത്തു, ഇൻ്റർവ്യൂ നടത്തി, വഷളായി ഒരു കക്ഷിയുടെ ഭാഗമായ പോലെ നിൽക്കുകയാണ്. ഈ സിനിമാ താരങ്ങൾ, പ്രത്യേകിച്ച് സൂപ്പർ സ്റ്റാറുകൾ, ഒരു ജനതയുടെ പൊതു സ്വത്താണ്. അവർ പറയുന്ന വാക്കുകൾ ആ ജനങ്ങൾ ഒരു ആരാധനയോടെയാണ് കാണുന്നത്. അപ്പോൾ അവർ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. അവർ അഭിപ്രായം പറയുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. പൊതു സ്വത്ത് പറയുമ്പോൾ പൊതു അഭിപ്രായമല്ലെങ്കിൽ, സങ്കുചിത കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അഭിപ്രായമാണെങ്കിൽ അവരുടെ നിലവാരം താഴും, ഇടിയും. ഇപ്പം സുരേഷ് ഗോപി രാഷ്ട്രീയം പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് പൊതുജനത്തിനറിയാം അദ്ദേഹം ഇന്ന രാഷ്ട്രീയത്തിൻ്റെ ആളാണ്. ഗണേഷ് കുമാർ രാഷ്ട്രീയം പറഞ്ഞാൽ കുഴപ്പമില്ല, ജനത്തിനറിയാം അദ്ദേഹം ഇന്ന രാഷ്ട്രീയത്തിൻ്റെ ആളാണ്, ഒരു പ്രശ്നമില്ല. പക്ഷേ മോഹൻലാലും മമ്മൂട്ടിയും അങ്ങനെയല്ല ജനങ്ങൾ കാണുന്നത്. അവർ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു താരപദവി, അഭിനയ മികവ് ഒക്കെ കാണിച്ചു നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് ഇവർ ട്രാപ്പിൽ ചെന്ന് വീഴാൻ പാടില്ല. ഒരുപക്ഷെ മമ്മൂട്ടി ആ ട്രാപ്പിൽ വീഴാതിരിക്കാനാണ് അങ്ങനെ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. മമ്മൂട്ടി ഇതുപോലെ മോഹൻലാലിനെ പോലെ സമീപിച്ചിട്ടുണ്ടാവാം സർക്കാർ, നമുക്കൊരു PR സാധനം ചെയ്യണം. അദ്ദേഹം പറഞ്ഞു എനിക്കത് ബുദ്ധിമുട്ടാണ്, പകരം ഞാൻ അവിടെ നിന്ന് പോകും, അവിടെ പോകുമ്പം നിങ്ങൾ വേണമെങ്കിൽ ഷൂട്ട് ചെയ്തു, എനിക്ക് കുഴപ്പമില്ല, എൻ്റെ അഭിപ്രായം ഞാൻ അപ്പോൾ അവിടെ വെച്ച് പറയും എന്ന് പറഞ്ഞാണ്. കാരണം മമ്മൂട്ടിക്ക് അറിയാം ഈ കാലം മാറി വരികയാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് വെറും സങ്കുചിത കക്ഷി രാഷ്ട്രീയമായി മാറിയിരിക്കുന്നു. ഒരു സൈഡിന് പറയുന്നവരെ മാത്രം ഓരോ രാഷ്ട്രീയ പാർട്ടി അംഗീകരിക്കുന്ന ഒരു കാലത്താണ് പോകുന്നത്. അപ്പം മമ്മൂട്ടിയെ പോലുള്ള ഒരു മികച്ച താരത്തിന് അത് അത്ര ഭൂഷണമായിട്ട് തോന്നുന്നുണ്ടാവില്ല. അദ്ദേഹം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, ജീവിതം ഒത്തിരി കണ്ടയാളാണ്. അദ്ദേഹത്തിന് അറിയാം ഞാനൊരു കക്ഷിയുടെ അഭിപ്രായം മോഹൻലാൽ പറഞ്ഞ പോലെ ചാടിക്കയറി ഒരു സൈഡിൽ ചേർന്ന് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തോ അല്ലെങ്കിൽ ചേർന്ന് നിന്നോ പറഞ്ഞാൽ ഇനി അത്ര ഭൂഷണമല്ല. കേരള അന്തരീക്ഷം വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു, മാറിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇമേജ് കളയാൻ തയ്യാറായില്ല. അതിന് പകരം അദ്ദേഹം അവിടെ പോയപ്പം അവിടെ വന്ന് ആളുകൾ ഷൂട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല, ഷൂട്ട് ചെയ്തോട്ടെ. അപ്പോഴും ഞാൻ പറയുന്ന അഭിപ്രായം സർക്കാരിന് അനുകൂലമാണെങ്കിൽ നിങ്ങൾ എടുത്തോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് മുൻകൂട്ടി അറിയിച്ചിട്ടാണോ പോയത്? തീർച്ചയായിട്ടും, അല്ലെങ്കിൽ പിന്നെ ഈ ക്യാമറകളെല്ലാം അവിടെ വരില്ലല്ലോ, ഉദ്യോഗസ്ഥന്മാർ അവിടെ റെഡിയായി നിൽക്കില്ലല്ലോ. സാറേ അതാണ് ബിൽഡിംഗ്, ഇതാണ് ഇങ്ങനെ, മറ്റേതാണ് അങ്ങനെ എന്ന് പറയാനായിട്ട് അറിയിച്ചതാരാ? അപ്പം സർക്കാരാണ്. അല്ല, ഇതൊരു പ്ലാൻഡ് സംഗതി തന്നെയാണ്. മമ്മൂട്ടിക്ക് ഇതിന് ഒരു പ്ലാൻഡ് ഷോ ആയിട്ട് നടത്താൻ ഉദ്ദേശമില്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷെ അത് സർക്കാർ അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വെച്ചിരുന്ന് അതിനെല്ലാം എല്ലാവരെയും സജ്ജീകരിച്ചു. മമ്മൂട്ടി ഉദ്ദേശിച്ചത് ഇത് മോഹൻലാൽ ഷോ പോലെ ആയി പോകരുത്. മമ്മൂട്ടി ഷോ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആയിട്ട് ഞാൻ പോയി കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു, നമ്മുടെ ഖജനാവിലെ പണം കൊടുത്ത് ചെയ്ത ഒരു മനോഹരമായ സാധനം, ഖജനാവിലെ പണം കൊടുത്താണെങ്കിലും ചെയ്തവർക്കൊരു നന്ദി, അത് ചെയ്തതിൻ്റെ ഗുണം ഇവിടുത്തെ ജനങ്ങൾക്ക് കിട്ടി, അതിന് എനിക്ക് പ്രത്യേക നന്ദിയുണ്ട് എന്നൊക്കെ പറയാനായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. അപ്പം എങ്ങും തൊടാതെ അദ്ദേഹത്തിൻ്റെ ഇമേജിന് കേടില്ലാതെ എല്ലാ കൂട്ടർക്കും തൃപ്തിയാക്കി കൊണ്ടുപോകാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് അദ്ദേഹത്തിനോട് സമയം ചോദിച്ചാണ് എപ്പോഴാണ് എത്തുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞാണ് ഞാൻ ഇത്ര സമയത്ത് എത്തും. അപ്പോൾ അതനുസരിച്ച് ഉദ്യോഗസ്ഥന്മാർ റെഡിയായി നിന്നു, ടാഗൊക്കെ ഇട്ട് പിന്നെ ടൈയൊക്കെ കിട്ടി, അതാണ് പരിപാടി, ഇതാണ് സംഗതി എന്ന് പറയാനായിട്ട് അദ്ദേഹത്തിന് വേണ്ടി അവിടെ നിന്നു. ചാനലുകളെല്ലാം റെഡിയായി നിന്നു. മമ്മൂട്ടി സ്വാഭാവികമായിട്ടും ഒരു സ്ഥലത്ത് പ്രതീക്ഷിക്കാതെ പോകുന്നെങ്കിൽ എങ്ങനെയാണ് വരിക? ആരും അറിയില്ല. പിന്നെ അവിടുത്തെ ലോക്കൽ ചാനലുകളായിരിക്കും ചിലപ്പം അറിഞ്ഞാലും ഓടിയെത്താൻ കഴിയുക. അതല്ലെങ്കിൽ വ്യക്തികളുടെ ഒരു മൊബൈലിലായിരിക്കും ഇതെടുക്കുന്നത്. പിന്നീടാണ് ഇത് പല ചാനലുകളിലേക്കും കിട്ടുന്നത്, മമ്മൂട്ടി അവിടെ വന്നു എന്നുള്ളത്. പക്ഷെ ഇതങ്ങനെയല്ല, ഏതാണ്ട് എല്ലാ ചാനലുകളും ഉണ്ടായിരുന്നു, എല്ലാ പ്രധാനപ്പെട്ട ചാനലുകളും അവിടെ എത്തിയിരുന്നു. അപ്പം ഇതൊരു അറേഞ്ച്ഡ് പ്രോഗ്രാം തന്നെ ആയി മാറി. അതിലുള്ള പരുഷമായിരിക്കണം മമ്മൂട്ടി ഒരു പക്ഷേ അടുത്ത് നിന്ന സഖാവിനോട് പറഞ്ഞത്, പാർട്ടി ജില്ലാ സെക്രട്ടറിയോട് പറഞ്ഞത്, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ചക്കപ്പഴത്തിൽ ഈച്ച പോലെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്, മാറിയിരിക്കുന്നു പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലായത് ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല ഇത് പോകുന്നത്, ഇത് വീണ്ടും ഒരു പാർട്ടി വർക്ക് പോലെ ആയി പോകുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നിയോണ്ടാണ് അദ്ദേഹം അങ്ങനെ തിരിഞ്ഞു പറഞ്ഞത്. എനിക്ക് തോന്നുന്നു മമ്മൂട്ടി നേരത്തെ സർക്കാരിൻ്റെ അടുക്കൽ അങ്ങോട്ട് ഡിമാൻഡ് വെച്ച് കാണും, ഇന്ന രീതിയിൽ ആയിരിക്കണം. സർക്കാർ മമ്മൂട്ടി എടുത്ത ഡിമാൻഡ് വെച്ച് കാണും. മോഹൻലാൽ കണ്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഷോ ഒക്കെ ചെയ്തു,
ഇനി വേറെ പല താരങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിനിമാ താരങ്ങളല്ലേ ഉള്ളൂ ഇപ്പോൾ ടി വി തുറന്നാൽ ഓരോരുത്തരായിട്ട് ഈ സർക്കാരിൻ്റെ മേന്മകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുപോലെ ഒരെണ്ണം താങ്കളും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മമ്മൂട്ടി സ്വാഭാവികമായിട്ട് പറഞ്ഞു കാണും. എനിക്ക് അവിടെ വന്ന് അഭിപ്രായം പറയുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷേ അതൊരു ഷോ ആയിട്ട് എടുക്കരുത്. ഞാനവിടെ വരുന്നു, കാണുന്നു, എൻ്റെ അഭിപ്രായം ഞാൻ പറയും, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കളയാം എന്ന് പറഞ്ഞു കാണും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് പോയിരിക്കുന്ന രീതി കണ്ടിട്ട് അങ്ങനെ നമുക്ക് സർക്കാർ സംവിധാനമെല്ലാം അവിടെ ഉണ്ടായിരുന്നല്ലോ. തീർച്ചയായിട്ടും ഇതൊരു പ്ലാൻഡ് പ്രോഗ്രാം ആയിരുന്നു. ആ പ്ലാനിങ്ങിൽ അദ്ദേഹം ഉണ്ടായിരുന്നോ, മമ്മൂട്ടി ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ചോദിക്കേണ്ടതായിരുന്നു. മമ്മൂട്ടി അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ, ഇത് മാത്രമേ അവിടെ ചോദ്യമുള്ളൂ. നമുക്ക് മമ്മൂട്ടി അറിയാതെയാണെന്ന് തന്നെ ആഗ്രഹിക്കാനാണ് താല്പര്യം. ആണെങ്കിൽ പോലും അവിടെ അത് ഒരു പാർട്ടി പ്രോഗ്രാമായിട്ട് വരുന്നു എന്ന് അദ്ദേഹത്തിന് സംശയം തോന്നിയുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വന്ന് നിൽക്കുമ്പോൾ മമ്മൂട്ടിക്ക് അറിയാമല്ലോ ഇത് വളരെ തീർച്ചയായിട്ടും അത് പ്ലാൻഡ് പ്രോഗ്രാം തന്നെയാണ്. പിന്നെ മമ്മൂട്ടി മോഹൻലാലിൻ്റെ കൂടെ ഒരു ട്രാപ്പിൽ ചെന്ന് ചാടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതായത് ക്യാമറയൊക്കെ നിർത്തി ആക്ഷൻ 1 2 3 എന്ന് പറഞ്ഞിട്ട് പ്രകീർത്തിക്കുന്ന ഒരു ശൈലി എനിക്ക് പറ്റില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടാവും. കാരണം ഇന്ത്യയിലെ അറ്റ്മോസ്ഫിയർ, ഇന്ത്യയിലെ ഗവൺമെൻറ്റിൻ്റെ രീതികൾ, കേരളത്തിലെ ഗവൺമെൻറ് രീതികൾ, ജനങ്ങളുടെ ചിന്താഗതി, 30 ദിവസത്തിനകം ഒരു ഇലക്ഷൻ നടക്കാൻ പോകുന്നു, വോട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതല്ലേ, അതൊരു പാർട്ടിസാൻ രീതിയിൽ പോകരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് സർക്കാരിനോട് അല്ലെങ്കിൽ പാർട്ടിയോട് വിസമ്മതിക്കാൻ നോക്കില്ല. എന്നാൽ അതേസമയം എനിക്ക് എൻ്റെ അഭിപ്രായം പറയുന്നതിന് കുഴപ്പമില്ല. അത് മമ്മൂട്ടിക്ക് ഒരു ദീർഘവീക്ഷണം ഉള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ടാക്കിയത്. തീർച്ചയായിട്ടും മമ്മൂട്ടിക്ക് MT വാസുദേവൻ നായർ കാണിക്കുന്ന സ്റ്റൈൽ മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായില്ലേ? ആരെയും എങ്ങും തൊടാതെ അദ്ദേഹത്തിന് ഇതിന്റെ കാര്യം പറഞ്ഞു പോകും. പക്ഷേ അതാണ് കേരളത്തിൽ പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്, കൊള്ളിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ട്. അതെ, അതുപോലെ തന്നെ മമ്മൂട്ടി ഇവിടെ പറഞ്ഞു, ഇത് സർക്കാരിലെ ഖജനാവിന്റെ പണം എടുത്തല്ലേ, നമ്മുടെ എല്ലാവരുടെയും പണമല്ലേ ഈ ചെയ്തിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലാതെ പിണറായി വിജയന്റെ മഹത്വത്തെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. പിന്നെ അത് ചെയ്ത സർക്കാരിന്റെ എഫേർട്ട് സമ്മതിച്ചിരിക്കുന്നു, അത് അദ്ദേഹത്തിന് പറയാതെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ രണ്ടുപേരെയും തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നിഷ്പക്ഷനായി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഖജനാവിലെ പണം എടുത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തു, ഇങ്ങനെ ഒരു പദ്ധതി ചെയ്തു, അത് നന്നായി, അവിടുത്തെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി എന്നുള്ള കാര്യം അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കൈരളി ടിവിയുടെ തലപ്പത്തിരിക്കുന്ന ആളുമാണല്ലേ. തീർച്ചയായിട്ടും. അല്ല, അതെല്ലാം അദ്ദേഹം നിലനിർത്തുമ്പോഴും അദ്ദേഹം തൻ്റെ ഐഡന്റിറ്റി കളയാൻ തയ്യാറായിട്ടില്ല. കാരണം അദ്ദേഹത്തിനറിയാം, ഞാനിപ്പോൾ വെറും ഒരു നടനല്ല, മലയാളിയുടെ ഹൃദയത്തിൽ വാഴുന്ന ഒരു നടനാണ്. അപ്പം അവിടെ എൻ്റെ ആരാധകരിൽ ചിലർക്ക് ഒരു മുറിവേൽപ്പിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല എന്ന് അദ്ദേഹം മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിൽ അദ്ദേഹം പോവില്ല. എനിക്ക് പ്രശ്നമില്ല, ഞാൻ കൈരളിയുടെ MD എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ സർക്കാരിനെ അനുമോദിക്കുന്നു എന്ന് പറയാനായിട്ട്, ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് അനുമോദിക്കുന്നു എന്ന് പറയാനായിട്ട് അദ്ദേഹത്തിന് മടിയൊന്നുമില്ല. പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഷോ നടത്താൻ ഈ ഇലക്ഷന് 30 ദിവസം തികച്ചില്ലാത്തപ്പോൾ ആളുകൾ കേരളത്തിലെ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പം അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്ന് അദ്ദേഹം നിശ്ചയിച്ചിട്ടുണ്ട്. അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, എന്നും TV-യിൽ ഇപ്പോൾ റിയൽ ഷോയും നടന്നുകൊണ്ടിരിക്കുകയല്ലേ. റീൽ ആദ്യം കാണിക്കും, ആശുപത്രികൾ, കേമം, കാത്ത് ലാബുകൾ, AC-കൾ, ജനങ്ങൾക്ക് ഇരിക്കാൻ സൗകര്യം, കിടക്കാൻ സൗകര്യം, കിടപ്പ് മുറികൾ സൗകര്യങ്ങൾ, കൂട്ടിരിപ്പുകാർക്ക് വേണ്ട സൗകര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വാർത്ത വരികയും, അത് കഴിഞ്ഞിട്ട് ന്യൂസ് റീഡർ, ഇത് നമ്മുടെ ന്യൂസിന് മുമ്പായിട്ട് കാണിക്കുന്നതാണ്. എന്നിട്ട് ന്യൂസ് റീഡർ വായിക്കുന്ന എന്താണ്? ആശുപത്രി കെട്ടിടം തകർന്ന് ആളുകൾ മരിച്ചു, അല്ലെങ്കിൽ കത്രിക വയറ്റിൽ കിടക്കുന്ന രോഗി വിലപിച്ചിട്ടും അവർക്ക് വേണ്ട നീതി കിട്ടിയില്ല, അല്ലെങ്കിൽ കാലിന് പകരം കൈമുറിച്ച ഡോക്ടർമാർ, അല്ലെങ്കിൽ ഡോക്ടർമാർ സമരം ചെയ്തു, ഹോസ്പിറ്റലുകൾ രോഗികൾക്ക് നരകതുല്യം എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരികയും, അതിനു മുമ്പ് വേറൊരു സാധനം റീൽ ഒരെണ്ണം വരികയും റിയൽ വേറൊന്ന് വരികയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് റോഡുകൾ, മനോഹരമായ റോഡുകൾ, പാലങ്ങൾ അങ്ങനെ തകർത്ത് നടക്കുന്നു എന്ന് പറഞ്ഞ് റീൽ വരികയും, ഓടയിൽ റോഡിലെ കുഴിയിൽ വീണ് ഓടയിൽ ചാടി ഒരുത്തൻ്റെ ജീവിതം, ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം പോയി, പൊലിഞ്ഞു, തൊടുപുഴയും കണ്ട് നമ്മൾ കണ്ടതല്ലേ. അവിടെ ഹൈക്കോടതി വരെ ചോദിച്ചു, നിങ്ങൾക്ക് മനസാക്ഷിയില്ലേ എന്ന് ചോദിക്കുന്ന ഇത് ന്യൂസ് റീഡറും പിന്നെ അത് കഴിഞ്ഞിട്ട് ന്യൂസ് ക്ലിപ്പിങ്ങുമായിട്ട് നമ്മൾ കാണുകയാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ കാണുന്ന റോഡുകൾ, പാലങ്ങൾ, പിന്നെ അടൂർ ബാസിയുടെ പാട്ട് പോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഏത് ചെറുപ്പക്കാർക്ക് തൊഴിൽ അവസരങ്ങൾ 1000, 10,000 എന്നൊക്കെ പറയുകയും, നമ്മുടെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ദുബായിൽ പോയി കിടന്ന് യുദ്ധഭൂമിയിൽ അലയുകയും ചെയ്യുന്നത് നമ്മൾ ഇപ്പം വാർത്തയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
റീൽ ഒന്ന്, റിയൽ വേറൊന്ന്. ഒരേ സമയം കാണിച്ചുകൊണ്ടിരിക്കുക. ന്യൂസിന് മുമ്പ് റീൽ, ന്യൂസിന് ശേഷം റിയൽ. ഇത് വട്ടളയിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് ജനങ്ങളോട് പറയാവുന്നതേ ഉള്ളൂ, നിങ്ങൾ ഈ ചോറ് വെന്തോന്ന് നോക്കാൻ എല്ലാ അരിയും പിടിച്ച് പുതുക്കി നോക്കണ്ട. ഒരൊറ്റ ചോറെടുത്ത് ഞെക്കി നോക്കിയാൽ മതി, അതിലറിയാൻ പറ്റും ചോറ് വെന്തോന്നുള്ളത്. നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ആശുപത്രിയിൽ പോയി നോക്കുക എങ്ങനെയുണ്ട് ആശുപത്രി വോട്ട് ചെയ്യുന്നതിന് മുമ്പ്. നിങ്ങളുടെ അടുത്തുള്ള റോഡ് പോയി നോക്കുക എങ്ങനെയുണ്ട് റോഡ്. നിങ്ങളുടെ വീട്ടിൽ കുടിവെള്ളത്തിൻ്റെ സംവിധാനം എങ്ങനെ, വൈദ്യുതി എങ്ങനെ, വൈദ്യുതിക്ക് എത്ര പൈസ അടയ്ക്കുന്നുണ്ട്, തമിഴ്നാട്ടുകാർ എത്ര അടയ്ക്കുന്നുണ്ട്, നമ്മൾ എത്ര അടയ്ക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് വോട്ട് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് റിയൽ ഒരു സാധനം കിട്ടും. കുറേ പുരോഗതികളുണ്ട്. നാഷണൽ ഹൈവേയിലേക്ക് നോക്കിയാൽ നാഷണൽ ഹൈവേ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പ്ലസ് ആയിട്ട് എടുക്കാം. ചില ആളെ കൊല്ലി വഴിയിലുള്ള പ്രശ്നങ്ങൾ, കുഴികൾ ഒക്കെ ഉണ്ട്, അത് മൈനസായിട്ട് എടുക്കാം. എന്നിട്ട് ഇതിനിടയ്ക്ക് ഒരു മാർക്കിടാം. പിന്നെ നിരവധി വാഗ്ദാനങ്ങളുണ്ട്. 2000 രൂപ പെൻഷൻ തരുമെന്ന് പറയുന്നു, 3000 രൂപ പെൻഷൻ തരുന്നു എന്ന് പറയുന്നു. ഇതെല്ലാം ഈ കുത്തുവാളയെടുത്ത ഖജനാവിൽ നിന്നാണെന്ന് പറയുമ്പോൾ ഇതെങ്ങനെ നടക്കുമെന്ന് ആലോചിക്കാനും വോട്ടർമാർ തയ്യാറാകണം. അങ്ങനെ ചിന്തിക്കുന്ന വോട്ടർമാരായിട്ട് വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇനിയെങ്കിലും അബദ്ധം പറ്റാത്ത, കുഴപ്പം പിടിക്കാത്ത ഒരു സർക്കാരിനെ കിട്ടും. അത് ഏതാണെന്ന് നിങ്ങൾക്ക് നിശ്ചയിക്കാൻ ഈ റിയലും കൂടെ ഒന്നിച്ച് വരട്ടെ. അതാണ് മമ്മൂട്ടി ഉദ്ദേശം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ എൻ്റേതായ ഒരു വിസിറ്റ്, എൻ്റേതായ ഒരു അഭിപ്രായം ഒക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഞാൻ അഭിനയത്തിനില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.